ഗേൾ ഫ്രണ്ട് വന്നിട്ട് എന്താ പറയുക, എടാ ഒരാണിനില്ലടാ, ആണിന് എന്തില്ലെങ്കിലും കുറച്ച് അതായത് ഓനക്ക് ഒരാണാന്നുള്ള കുറച്ചൊരു അഭിമാനത്തിൻ്റെ ഒരു ഇതുണ്ട്. നമ്മൾ ശരിക്കും എൻ്റെ യഥാർത്ഥ പണിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഷഡ്ഡി അലക്കലാണ്. അതായത് റാംബോന്റെയും നിയാദിന്റെയും ഷഡ്ഡി അലക്കലാണ്. അതും ഒരു 3 ആഴ്ചക്കുള്ളിൽ എത്ര പേരെ വേണമെങ്കിലും ഇറക്കിയോ. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയാം, എവിടെ വെച്ച് കണ്ടാലും ഉണ്ടല്ലോ ഓട്ടിച്ചിട്ട് പണു. MRC ഗ്യാങ്. നമ്മൾ ഈ ഗ്യാങ്ങിനെ കുറിച്ച് വലുതായിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. തൊപ്പി എന്ന് പറയുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നിഹാദ്, ഇപ്പം തിരിച്ച് നിഹാദിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. അപ്പം തൊപ്പി സത്യം പറഞ്ഞാൽ വെറും പട്ടിത്തീട്ടത്തിന് സമാനമായിട്ട് സോഷ്യൽ മീഡിയയിൽ വളർന്നു വന്നൊരു വ്യക്തിയാണ്. വളർന്നു വന്നതിന് ശേഷം ഇന്നിരുന്ന ലെവല് ഭയങ്കരമായിട്ടങ്ങ് മാറി. കോടിക്കണക്കിന് ആസ്തികളിലേക്കൊക്കെ എത്തിയെന്നാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം. ആ രീതിയിലൊക്കെ ആയിരുന്നു വരുമാനം സ്ട്രീം ചെയ്ത് കിട്ടിക്കൊണ്ടിരുന്നതെന്നൊക്കെ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയൊരു ഗ്യാങ് രൂപീകരിക്കുന്നു. ഇദ്ദേഹം ഗ്യാങ്ങിന്റെ മെയിൻ ലീഡർ ആവുന്നു. ഇതിന്റെ താഴെയായിട്ട് ഒരുപാട് അണികൾ, ഗുണ്ട സെറ്റപ്പ് പരിപാടികൾ. എനിക്കധികം കണക്ഷൻ ഉണ്ട്, എനിക്ക് ഈ കേരളത്തിൽ അറിയാത്ത ഗുണ്ടകളില്ല, ഞാൻ ഒറ്റ കോള് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിൽക്കാത്ത ആൾക്കാരില്ല എന്നൊക്കെ രീതിയിലുള്ള ഭയങ്കരമായിട്ടുള്ള പ്രചരണങ്ങളൊക്കെ അഴിച്ചുവിടുന്നു. അതിൽ കൂടുതലും കൂടെ നിൽക്കുന്ന വ്യക്തികളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു, അവരുടെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തി. അവരുടെ എല്ലാ കാര്യവും, ഈവൻ അവർക്ക് കിട്ടുന്ന സാലറിയൊക്കെ ലൈവിലൂടെ ഒക്കെ പറയാറുണ്ട്. എത്ര കോടാനുകോടി രൂപകളൊക്കെയാണ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അതും കൂടെ നിൽക്കുന്ന ഈ വെള്ളിമൂങ്ങ കണക്കിരിക്കുന്നവന്മാരെല്ലാം തലയാട്ടി ഒപ്പം നിന്നു കൊടുത്തതും വെച്ചു കൊടുത്തതാ. നിൽക്കുന്ന ഓരോ ഗ്യാങ്ങിലുള്ള ഓരോ മെമ്പേഴ്സിനും ഓരോ പോസ്റ്റ്, കുക്ക്, ബോഡി ഗാർഡ്, പിന്നെ ഇപ്പൊ ചട്ടി കഴിവാനൊക്കെ ആളുണ്ടെന്ന് പറയുന്നത് ഫ്രണ്ട്സ്. അതായത് 13 വർഷമായിട്ട് കൂടെ ഉള്ള ഒരു ഫ്രണ്ട് ഷമീർ. അതായത് ഈ ഒരു ഗ്യാങ്ങിനെ അറിയാവുന്നവർക്കും ഇവരുടെ ലൈവ് സ്ട്രീമിംഗ് കാണുന്നവർക്കും വ്യക്തമായിട്ട് അറിയാവുന്നവരാണ് ഈ ഒരു സംഭവം. അപ്പോൾ തൊപ്പിയുടെ കൂടെ നടന്നിട്ട് അന്യായ റോഡ് പ്രസൻസ് ഒന്നും അല്ല ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് നമ്മുടെ വണ്ടി പറയുന്ന പോലെ അല്ലേ, എവിടെ ഇറങ്ങിയാലും ആൾക്കാർ തിരിച്ചറിയുന്ന രീതിയിലേക്ക് ഒരു ഫെയിമിലേക്ക് എത്തി. കാരണം ഈ ലൈവ് സ്ട്രീമിങ് അത് ഈ പുറത്തു പോയി ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ പുറത്ത് സ്പീഡ് ചെയ്യുന്നത് പോലെ തന്നെ കേരളത്തിൽ ഈ ഒരു സാധനം ക്ലിക്കാക്കി എടുത്ത ഈ വ്യക്തി തന്നെയാണ്. ഈ ക്ലിക്കാക്കിയതിന്റെ കൂടെ തന്നെ ഇവന്മാർ നല്ല രീതിയിൽ റേഞ്ച് വെച്ചു. കൂടെ നിന്നവരെല്ലാം നല്ല രീതിയിൽ റേഞ്ച് വെച്ച്. ഇപ്പോഴാണ് ഈ ഗ്യാങ് അടിച്ചു പിരിഞ്ഞപ്പോഴാണ് ഇതിന്റെ സത്യസന്ധമായിട്ടുള്ള പല കാര്യങ്ങളും പുറത്തോട്ട് വരുന്നത്. എന്തായിരുന്നു അവിടെ നടന്നിരുന്നത്, എത്ര രൂപയായിരുന്നു ഇവന്മാർ കിട്ടിക്കൊണ്ടിരുന്നത്. ഇതിലും ഭേദം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ് പോയി കിടന്ന് കുനിഞ്ഞങ്ങണം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ കൂടുതൽ കിട്ടുവാനെന്ന് തോന്നുന്നു. കാരണം മാനാഭിമാനം വിട്ടിട്ട് മാത്രമാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഒരു ഫെയിമിന് വേണ്ടിയിട്ട് മാത്രം നിന്നിട്ടുള്ളത്. ഫെയിമിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക, ഫെയിമിനകത്ത് മാത്രം നിൽക്കുക എന്ന് പറഞ്ഞിട്ട് വെറും മാനാഭിമാനം മാത്രം മണയം വെച്ചുകൊണ്ട് നിന്നിരുന്ന ഒരു പ്രോസസ്സായിട്ട് എനിക്കിപ്പോൾ ഇവന്മാർ ഈ ഒരു മെഴുകൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ കേട്ടോ. അതിനകത്ത് 2-3 എണ്ണത്തിന്റെ മെഴുകൽ ഞാൻ പറയാം. ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിനകത്ത് കുക്കിന്റെ മെഴുകൽ നമുക്കൊന്ന് കണ്ടുനോക്കാം. ഗേൾ ഫ്രണ്ട് വന്നിട്ട് എന്താ പറയുക, എടാ ഒരാണിനില്ലടാ, ആണിന് എന്തില്ലെങ്കിലും കുറച്ച് അതായത് ഓനക്ക് ഒരാണാന്നുള്ള കുറച്ചൊരു അഭിമാനത്തിന്റെ ഒരു ഇതുണ്ട്. അയ്യോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ മോനെ, ഈ ആണാണ് എന്നുള്ളൊരു അഭിമാനം നിനക്ക് ഇപ്പോഴാണോ തോന്നിയത്? ഇത്ര നാള് നീ ആണും പെണ്ണും കെട്ടതായിരുന്നു? അതോ ആണാന്ന് നിനക്ക് തിരിച്ചറിവില്ലായിരുന്നു? അതോ ജട്ടി ഊരി നോക്കിയില്ലായിരുന്നു? ഇപ്പോഴാണോ നോക്കിയത് ആണാണെന്നുള്ളൊരു കാര്യം? എടാ, എല്ലാം കഴിഞ്ഞ് നിന്നും കൊടുത്ത് അവൻ അടിച്ചിട്ട് പോയതിന് ശേഷം വന്നിട്ട് പറയേണ്ട കാര്യം എന്താ? അടിക്കുന്നതിന് മുമ്പേ നിനക്ക് കൈ പിടിക്കാൻ അറിയാമായിരുന്നല്ലോ ഇല്ലേ? കുനിഞ്ഞ് നിൽക്കുന്നതിന് മുമ്പ് ആലോചിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് പറയുമ്പോഴത്തേക്കിന് കൂടെ നിൽക്കുന്ന എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല. എന്തൊക്കെ സത്യസന്ധത അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും. ഗേൾ ഫ്രണ്ട് വന്നിട്ട് പറയാ, ജാസി ഓൻ്റെ ഡ്രസ്സ് ഉണ്ട്, അണ്ടർവെയറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, അതൊന്ന് അലക്കണേ. ഇനിയിപ്പോൾ ഇൻ കേസ് അടുക്കളയിൽ എന്തായി പോയിട്ട് തിരക്കായി പോയി കഴിഞ്ഞ് പറയും, അത് നിന്നോട് പറഞ്ഞതല്ല, നീ എന്താ ചെയ്യാത്തത്? അതായത് ഓൻ്റെ ഗേൾ ഫ്രണ്ട് പോലും പറയുന്നത് വായിലുള്ള കേൾക്കേണ്ട ഒരു അവസ്ഥ അത്രയും. പിന്നെ ഞാൻ ഇന്നേ വരെ എൻ്റെ ഉമ്മ സത്യം സിഗരറ്റോ കഞ്ചാവോ ഡ്രഗ്സോ വെള്ളമോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. നിഹാദിന്റെ ഗേൾ ഫ്രണ്ട് വന്നിട്ട് പറയും ചട്ടി എന്താ കഴി വെച്ചിട്ട് പോകണ്ടെന്ന്. എടാ, സ്വന്തമായിട്ട് ഒരു ഫെയിമിന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എങ്ങനെങ്കിലും റീച്ച് ആവുക, പുറത്തോട്ട് ഇറങ്ങുമ്പോൾ 4 പേര് കാണുക എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നീയൊക്കെ അവിടെ നിന്ന് അവന്റെ ചട്ടി കഴുകി കൊടുത്ത്, അവൻ പറഞ്ഞതൊക്കെ ചെയ്തു കൊടുത്ത്, എല്ലാം കഴിഞ്ഞിട്ട് ഫെയിമും കിട്ടിയതിന് ശേഷം ഇതിനകത്ത് എത്രത്തോളം അർത്ഥമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി പൈസ കിട്ടിയിട്ടില്ല എന്നുള്ളത് ജനങ്ങൾക്കിടയിലേക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? നമുക്ക് പ്രൂവ് ചെയ്തിട്ട് ഒന്നുമില്ലടാ. നമുക്കിത് നിങ്ങളെ കാണുക, നിങ്ങൾ സ്ട്രീം ചെയ്തപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നിങ്ങളിപ്പോൾ വന്ന് മെഴുകുമ്പോൾ നമ്മൾ കാണുന്നുള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനപ്പുറം വേറെ ഒരു കാര്യമില്ല. ആരെ എടുത്ത് ക്രൂശിക്കാനൊന്നുമില്ല. അവൻ നിന്നെയൊക്കെ നിർത്തി ഊമ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലേ അവൻ ബിസിനസ് മാൻ, അവൻ നല്ലോണം ചെയ്ത് പഠിച്ചവര് നിന്ന് ജട്ടി ഊരി അടിക്കുന്നിടം വരെ അവൻ നിന്നെ കൂടെയൊക്കെ നിർത്തി അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലേ ആ നിന്ന് കൊടുത്തതുകൊണ്ടാണല്ലോ. ആ നിന്ന് കൊടുത്തിട്ട് പിന്നെ നീ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതെൻ്റെ ഉമ്മ അന്നും ഇന്നും പറഞ്ഞ കാര്യമാണ്. നീ എന്ത് വന്നാലും എന്തൊക്കെ ഇതിലായിപ്പോയാലും നീ അത് ഉപയോഗിക്കരുത്. പക്ഷെ അവിടുന്ന് ഇവൻ എന്നെ കൊണ്ട് ഡ്രഗ്സ് അടക്കം കുടിപ്പിക്കാൻ നോക്കി. ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ അതാ പറഞ്ഞടാ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും.
അപ്പോൾ നിങ്ങൾ വിചാരിക്കൂ അതിൻ്റെ ശേഷം മെൽവിന് ഫുഡ് ഉണ്ടാക്കാൻ വന്നില്ല. മെൽവിൻ ഫുഡ് ഉണ്ടാക്കാൻ വന്നിട്ട് മെൽവിൻ 1-2 മാസം സാലറി കൊടുത്ത ഞാനാടാ. ഞാനെങ്ങനെ സാലറി കൊടുത്തത് നിങ്ങൾക്കറിയോ? ഇപ്പോഴും ഇൻസ്റ്റയിൽ ചില പ്രൊമോഷൻ ഞാൻ ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ വന്ന മെൽവിന് സാലറി കൊടുത്തത് നീയാണെന്ന്. എടി ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാടാ? എടാ ബോർഡിങ്ങിൽ പോലും പിള്ളേർ ഇത്ര കഷ്ടപ്പാടാണെങ്കിൽ നിൽക്കത്തില്ല, എങ്ങനെയെങ്കിലും ചാടി പോകൂടാ. ചാടി പോകാനായിട്ടുള്ള എല്ലാ സോഴ്സുകളും ഉണ്ട്. ആരും ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുമില്ല, എല്ലാം ഉണ്ട് അല്ലേ? പോവാം വണ്ടി ഇല്ലെങ്കിൽ ഇറങ്ങി ഓടാം. സോഷ്യൽ മീഡിയ കയ്യിൽ ഇൻസ്റ്റാഗ്രാം, ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 10 കാണാനായിട്ട് ആൾക്കാരുണ്ട്. ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ട് 1000കണക്കിന് ആൾക്കാർ നിൽക്കുന്നു. ഒന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനായിട്ട് ആൾക്കാർ നിൽക്കുന്നു. ഒരു മനുഷ്യൻ ഒരു സൈഡിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ സാധനങ്ങളും കിട്ടി. എന്നിട്ട് അവന്റെ വീട്ടിലെ രണ്ടാമത് മെൽവിൻ എന്ന് പറയുന്ന ഒരു കുക്ക് വന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഫുഡൊക്കെ വെക്കുന്നു പറഞ്ഞ് ഇവർ തന്നെ ലൈവിലൊക്കെ ഭയങ്കര ഒരു പബ്ലിസിറ്റി കൊടുത്തിട്ടുള്ള ഒരാളാണ്. ഭയങ്കര ക്യാമറ ഷൈ ആണ്. അതുകൊണ്ട് ബാക്കിൽ കൂടെ ഒക്കെ വരത്തുള്ളൂ, പോകത്തുള്ളൂ, ക്യാമറയുടെ മുന്നിൽ കൂടെ ഇറങ്ങി പോകത്തില്ല എന്നൊക്കെ പറയുന്ന ആ വ്യക്തിക്ക് വരെ സാലറി കൊടുത്തത് ഇതിന്റെ മുൻ ഷെഫ് എന്ന് അവകാശപ്പെടുന്ന ഈ വ്യക്തിയാണെന്ന്. വളരെ നന്നായിട്ടുണ്ടടാ. അവന്മാര് നിന്നെ ജട്ടി വരെ ഊരി ഊമ്പിച്ചു. അത് മാത്രമേ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഇതിനകത്ത് ആർക്കെങ്കിലും ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നു അത് ഷാജഹാനാണെങ്കിൽ ഇത് വീണ് കിട്ടിയ ഒരു അവസരമാണ്. ഷാജഹാനെ അന്ന് എടുത്ത് ഷാജഹാൻ കാണിച്ചൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നല്ലോ, നിനക്കുമില്ലേടാ അമ്മയും പെങ്ങളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദാ പോവാടാ കാള പോവാ കുത്താനായിട്ട് അവനെ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയല്ലോ ഒരു ബൊമ്മ സ്ക്രിപ്റ്റ്. ആ സ്ക്രിപ്റ്റ് പൊളിഞ്ഞതിനകത്ത് തൊപ്പി നല്ല രീതിയിൽ ഒന്ന് ഊക്കി വിട്ടായിരുന്നു. ആ ഊക്കി വിട്ട് തന്നെ തിരിച്ചൊരു ഊക്ക് കിട്ടാൻ കിട്ടിയ അവസരം എന്തായാലും അണ്ണം പാഴാക്കിയിട്ടില്ല. അത് വളരെ നന്നായിട്ടുണ്ട്. തൊപ്പി ഫേക്ക് ആണെന്നേ അന്നേ നിങ്ങളോട് എല്ലാരോടും ഞാൻ പറഞ്ഞതാ. ഇപ്പൊ അവന്റെ എല്ലാ ഉടായ്പും പൊളിഞ്ഞില്ലേ? അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തൊപ്പി എന്ന് പറഞ്ഞ വ്യക്തി ഫേക്ക് ആണെന്ന്. പടച്ചോണ്ടാണ് ആ മേലെ, പടച്ചോൻ അത് തെളിയിക്കും. അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഇവൻ ചെയ്യണ സഹായങ്ങളൊക്കെ കളവാണെന്നുള്ളത്. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ? എടാ റാംബം നായെ, ഉളുപ്പുണ്ടോ നായ എനക്കൊക്കെ. സ്വന്തം അനിയന്റെ പ്രായമുള്ള ആ ചെക്കനെ കൊണ്ടൊക്കെ അന്റെ ജഡ്ഡി കേകിപ്പിക്കാന് അതിലേക്കാൾ അന്തസട നായെ ഒരു മുളം കയറെടുത്തിട്ടേ തൂങ്ങിച്ചവട പന്നി. അന്ന് എന്നെ തെറി വിളിച്ചോലൊക്കെ എവിടെ പോയി? അന്നിന്റെ വാപ്പാനെ തെറി വിളിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. എവിടെ പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ നിനക്കെതിരെ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ എവിടെയും പോകത്തുമില്ല ഈ ഒരു കാര്യം കണ്ടിട്ട്. നീ ഇപ്പൊ റാംബോയെ ചീത്ത വിളിക്കാനും തെറി വിളിക്കാനുള്ള കാരണം എന്താ നമുക്ക് പേഴ്സണൽ അങ്ങോട്ട് ഇങ്ങോട്ട് നല്ല തന്തയ്ക്കുള്ളിയായിരുന്നു ലൈവിനകത്ത് കാണിച്ചുകൊണ്ടിരുന്നത്. ഇവൻ ഈ കാണിച്ച സ്ക്രിപ്റ്റ് വേറെ, നിങ്ങൾ കാണിച്ച സ്ക്രിപ്റ്റ് വേറെ. നീ ഇതും കൂടെ കമ്പയർ ചെയ്യല്ല ഷാജഹാൻ കാണിച്ചിട്ടുള്ള കമ്പാരിസൺ എന്താണെന്ന് നമ്മൾ കണ്ടതാ. നാട്ടിൽ ജനങ്ങളെ തമ്മിലടുപ്പിക്കാനായിട്ട് വർഗീയതകളെ ഉണ്ടാക്കാനായിട്ട് കാണിച്ചു കൂട്ടിയ ഒരു പരിപാടി അഖിൽമാരാറുടെ ഒരു സാധനം കൈ പിടിച്ചോണ്ട് അതാണ് നീയെ കാണിച്ചത്. അതും ഈ പയ്യൻ ഇവന്റെ കൂടെ നടന്ന കുറെ എണ്ണത്തിനെ ഊമ്പിച്ച് പാവമാർക്ക് കിട്ടി. അതും തമ്മിൽ കമ്പയർ ചെയ്തെടുത്തോണ്ട് ഒന്നാണെന്ന് പറഞ്ഞ് നിൽക്കല്ലേ. അത് വേറെ, ഇത് വേറെ. ഇത് വേറെ എന്നല്ല, വേറെ. അങ്ങനെ ഈ അവസരത്തിൽ നമുക്ക് ഈ ഒരു സാധനം കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഇവരെ കൂട്ടത്തിലെ ഷമീറിനും മുന്നും അല്ലല്ലോ ഈ ചെറുക്കൻ കുഞ്ഞിലേ മുതലേ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പെറ്റിട്ട് തൊപ്പിയുടെ കയ്യിലെ കണ്ട് കൊടുത്ത ചെറുക്കനാ. ജാസിക്ക് ഒരു PC എന്ന് പറഞ്ഞൊരു ലൈവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടാവും എനിക്കറിയില്ല, ഞാൻ കാണിച്ചു തരാം. ജാസിക്ക് ഒരു PC എന്ന് പറഞ്ഞൊരു ലൈവ് എന്നോ ചെയ്തിട്ടുണ്ട്. നിലനിൽപ്പിന് വേണ്ടിയിട്ടും ഇവന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഇവൻ വളർത്തിയിട്ടുണ്ട്. വളർത്തിയിട്ടുണ്ട്. ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല, ഇവൻ വളർത്തിയിട്ടുണ്ട്. ഇവൻ വളർത്തി നമുക്ക് വാച്ചിങ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഇവനെ കൊണ്ട് പറ്റാവുന്ന കാര്യം 100% ഇട്ട് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാ ചെയ്തതെന്നുള്ളത് പിന്നെ എപ്പോൾ മനസ്സിലായെന്നറിയോ? ഈ പറഞ്ഞ പോലെ നമ്മൾ ₹1 ചോദിച്ചപ്പോൾ ആണ് ഈ പറഞ്ഞ സത്യം എൻ്റെ വായിന്ന് വന്നത്. എന്ത് എടാ നാളെ നിങ്ങളൊക്കെ ഇവിടെ ഇതാക്കുന്നത് എനിക്ക് കാര്യങ്ങൾ ഇതാക്കാനും എൻ്റെ കാര്യങ്ങൾ ഇതാക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന റൂളും ഞാൻ പറയുന്ന കാര്യങ്ങളും മാത്രമേ നടക്കൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവിടെ മുമ്പോട്ട് പോകും. എല്ലാം ഒരു ജയിലിന് സമാനമായ രീതിയിൽ ആൾക്കാരെ നിർത്തിയേക്കുന്നത്. ഇവന്മാർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അത്ര സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന് നിൽക്കാൻ പറ്റൂടാ? ഒന്ന് ആലോചിച്ച് നോക്കേ. ഇവൻ മറ്റേ ജട്ടി അങ്ങോട്ട് ഊരിയിട്ട് അതിനകത്തോട്ട് ഫുഡ് വാരി ഇടുന്നു, അല്ലെങ്കിൽ സാമാനം തുറന്ന് ഫാൻ്റെ അറ്റത്തെടുത്ത് തൊടുത്ത് കാണിക്കുന്നു. ഇതൊക്കെയല്ലേ ഇവന്റെ പരിപാടി? നിനക്ക് ഇത്രയും കയ്യിലിപ്പോൾ ഇത്രയും മോശപ്പെട്ട പരിപാടികളല്ലേ? ഒരു മനുഷ്യന് കാണാൻ പറ്റാത്ത രീതിയിലും അല്ലെങ്കിൽ ഒരാൾക്ക് കൂടെ ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തന്തയില്ലായ്മയൊക്കെ ഈ നിഹാദിന്റെ കയ്യിലിരിക്കുന്നത്. ഇപ്പൊ പുതിയൊരു സിനിമയായിട്ട് ഇറങ്ങുന്നുണ്ട് വിക്കിത്തൊക്കെ. ഇനി വിക്കിത്തൊക്കിന്റെ അവസ്ഥ എന്തുവാണ്? അവനെയും പിടിച്ച് ഇതാണൊക്കെ ചെയ്യുവാണോ ദൈവത്തിനറിയാം ഇനി എന്തുവാണെന്നുള്ളത്. അവന്റെ അടുത്ത് എന്തായാലും ഇങ്ങനെ നടക്കത്തില്ല കേട്ടോ. അവൻ ചിലപ്പോൾ തിരിച്ച് ഇവനെ കുനിഞ്ചാലേ ഉള്ളൂ നടക്കുന്നത്. നീ ഒറ്റക്ക് പോയിട്ട് മൂഞ്ചിക്കും. എന്നോട് പറഞ്ഞ കാര്യം അത്. എന്നോട് പറഞ്ഞ കാര്യം നീ ഒറ്റക്ക് പോയി മൂഞ്ചിടാൻ മേരിയെന്നാണ് എന്നോട് പറഞ്ഞ കാര്യം. മനസ്സിലാ? നീ ഒറ്റക്ക് പോയി മൂഞ്ചിടാൻ മേരിയെന്ന്. അതിന്റെ വാശിന്റെ പുറത്ത് തന്നെയാണ് ഞാൻ എൻ്റെ ഉമ്മാന്റെ സ്വർണം പണയം വെച്ചതും അതിന് ഞാൻ PC എടുത്തതും മനസ്സിലാ ഇതാക്കുന്നതും. അതിന്റെ വാശിക്ക് ഞാൻ പോയി ഉമ്മയുടെ സ്വർണം പണയം വെച്ചൊരു PC എടുത്തു. അടിപൊളി വാശിയിടാ.
ഇതുപോലുള്ള വാശി ഉള്ളപ്പോഴാണ് കുടുംബങ്ങൾ അന്യം നിന്ന് പോകുന്നത്. വളരെ നല്ല വാശിയാ ഈ വാശി. കീപ് ഗോയിങ് ചെയ്തോ. കുടുംബം ഉണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഇതിപ്പോ പറഞ്ഞത് നീ കുനിഞ്ഞു തൂമാനെന്ന് കണ്ട് പറഞ്ഞ ആരോടാ പറഞ്ഞത്? 12-13 വർഷമായിട്ട് കൂട്ടുകാരനായിട്ട് കൊണ്ടു നടന്നവനോട് തന്നെ നിഹാദ് പറഞ്ഞത്. കൊള്ളാൻ എന്തായാലും നല്ല ഫ്രണ്ട്ഷിപ്പ് സെലക്ഷൻ. അപ്പൊ എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ ലോകം അല്ലെങ്കിൽ രണ്ടാൾ ഇവൻ അറിയണം, ഇവൻ ആരായിരുന്നു, ഇവൻ ചെയ്ത ഇതെന്തായിരുന്നു എന്നുള്ളത് രണ്ടുപേരും അറിയണം എന്നുള്ളൊരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ കാര്യം പറയാം, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും എൻ്റെ ഇമോഷണൽ ഒരു പുണ്ടയായിപ്പോയി ഞാൻ. അതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ പിന്നെ ഇതാക്കും. നിങ്ങൾക്ക് മറ്റേ അശ്വിൻ ബ്രോനോട് ചോദിച്ചാലും ഈഗിൾ ബ്രോനോടും ചോദിച്ചാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്നില്ല, മനസ്സിലാവും. എന്നെ കൊണ്ട് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ പിള്ളേരുടെ കാര്യം ഈ പറഞ്ഞ പോലെ ഇത് നമ്മളറിയുന്ന ഒരു എന്നെ കാണാൻ വരുന്ന ഒരു ചുരുക്കം പേരുണ്ട്. ഈ ചുരുക്കം പേരിലെങ്കിലും അവർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ ഷമീർ കളയാനെല്ലാന്നും ഷമീർ ഈ പറഞ്ഞ പോലെ ഒരുത്തനെ ഊമ്പിച്ചിട്ട് വന്നതെല്ലാന്നും അവരെങ്കിലും എന്നെ മനസ്സിലാക്കണം. കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ, കുറേ ആൾ. കാരണം ഇത്രയും ഇതാക്കിയിട്ട് എന്തിനാണ് ബ്രോ ജാസിക്ക് ഒരു പി സി ജാസിക്ക് ഒരു പി സി കൊടുത്തില്ല. അത് നിങ്ങൾ കണ്ടല്ലോ, കണ്ടുകൊണ്ടത് കണ്ടല്ലോ മക്കള് അല്ലേ? അത് കണ്ടല്ലോ, ഓക്കെ കണ്ടു. ആ പി സി എവിടെ ജാസി? പി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പി സിൻ്റെ കാര്യം ഞാൻ സന്തോഷമായിരുന്നു ഇത് ഡിക്ലെയർ ചെയ്തപ്പോഴല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഈ സംഭവം കഴിഞ്ഞല്ലോ, ഈ പരിപാടിയുടെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്താ പറയുക, പരിപാടിയൊക്കെ ഒന്ന് ഇതായി ലൈവെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ റൂമിൽ പോയി. അപ്പോൾ റൂമിൽ പോയിട്ട് പിന്നെ ഫുൾ ഹാപ്പിയാണ്. ഇതേ ലൈവിൽ തന്നെ എന്നോട് പറഞ്ഞത് ഇനി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി മെൽവിനെ എടുക്കാന്നൊക്കെ പറഞ്ഞു. അല്ല എനിക്ക് ഏറ്റവും വലിയ ഇതുണ്ടായെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പോയി ചോദിച്ചു ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ, അപ്പോൾ താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് എന്തിനാണ്, അപ്പോൾ ഞാൻ പറഞ്ഞല്ല എനിക്കിങ്ങനെ പി സി സെറ്റ് ചെയ്തെന്നല്ലോ, അപ്പോൾ ഞാൻ ഐഡിയ ലൈവ് ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ എന്നോട് ഈ കമൻറ്റും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഇൻബോക്സിൽ നിന്ന് മെസ്സേജൊക്കെ എനിക്കൊന്നും കാര്യങ്ങൾ അറിയാണ്ടുള്ളതുകൊണ്ട് അങ്ങനെ പ്രശ്നം, നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, എടാ ഓൾറെഡി എൻ്റെ പി സിയിൽ പിന്നെ എന്തോ അപ്ഗ്രേഡ് ചെയ്യണം, എന്തൊരു പേര് റെസിപ്പിൻ്റെ അത് അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് സംഭവം എനിക്ക് വേണ്ടിയിട്ട് എടുത്തത്. പിന്നെ എന്തായി കഴിഞ്ഞാൽ നമുക്ക് റീച്ചും കാര്യങ്ങളൊക്കെ അല്ലേ. സത്യം പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ഡേറ്റിൽ പോലും അല്ല, അത് നിങ്ങൾക്ക് അറിയുമെന്നുള്ളത് അറിയില്ല, ഈ ഡേറ്റിൽ പോലും അല്ല. ഇതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അവിടെ ഞാൻ പറഞ്ഞില്ല. അതായത് നിങ്ങൾക്ക് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് തോന്നുന്ന എന്തായി കഴിഞ്ഞാലും അതൊക്കെ ഫുള്ളി സ്ക്രിപ്റ്റഡ് ആയിട്ട് പോലും ഞാൻ ഓൾറെഡി എൻ്റെ കാര്യങ്ങൾ പേഴ്സണലി ഞാൻ പറയും. കാരണം വെച്ചാൽ നിങ്ങളിപ്പോൾ നേരത്തെ ഞാൻ ലൈവ് ഒക്കെ ഇപ്പോൾ കണ്ട് ടി.വിൻ്റെ കാര്യം പറഞ്ഞത്. അവൻ നല്ല കിടിലം ഒരു സംവിധായകനാണ്. അവൻ സംവിധാനം ചെയ്ത് നല്ല ഹിറ്റാക്കിയ ലൈവ്, അവൻ്റെ എല്ലാ ലൈവുകളും ഹിറ്റാക്കി. അവൻ ഓഡിയൻസിനെ അവൻ കൊണ്ടുവന്നു, അത് ക്രിയേറ്റ് ചെയ്തെടുത്ത് അവരെ പിടിച്ചിരുത്തി, വാച്ച് അവർ കൂട്ടി, അവൻ റവന്യൂ കയറ്റി, കൂടെ നിന്നവരെ നിർത്തിപ്പിടിച്ച് അടപടലം ജട്ടി വരെ ഓടിയെടുത്ത് അവൻ കോടീശ്വരനായി. എന്നിട്ട് മൊന്തകളായി കളഞ്ഞല്ലോടാ നീയൊക്കെ കൂടെ നിന്നിട്ട്. ഇപ്പോഴാണ് അവൻ പറയുന്നത് എടാ കേടായിട്ട് യൂസ് ചെയ്യാത്തൊരു ടി വി ചവിട്ടി പൊട്ടിച്ച് എന്താ പ്രശ്നം? ഓൾറെഡി പറഞ്ഞത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കൈസ്, അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. നേരത്തെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ₹1 ഒരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ₹100 എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒരു 100 പ്രാവശ്യം ചിന്തിച്ചാലോചിച്ചിട്ട് മാത്രം ഒരു കാര്യം ചെയ്യും. ബ്രില്യൻ്റ് ആളാണ് അത് ഞാൻ പറയാം. ബിസിനസ് അതാണ് കാരണം. അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ പോലെ നമ്മളെ പോലത്തെ പൊട്ടന്മാര് വിറ്റതും അത് വെച്ച് ഇതാക്കിയതും നമ്മളെ മണ്ടന്മാരാക്കാനുള്ള കാരണം അതാണല്ലോ. സത്യടാ, നമ്മളെ സത്യം ബ്രില്യൻ്റ്. ഞാൻ എന്തെല്ലാം ഈ പറഞ്ഞ പോലെ എന്നെ ഊമ്പിച്ചാലും ഞാൻ പറയാം, ഹീസ് എ ബ്രില്യന്റ് മാൻ ഐ എവർ സീൻ. അത് ഞാൻ പറയാം. ഏറ്റവും ഡേഞ്ചർ ആരാന്നറിയോ? നിയാദ് എന്നുള്ള ആളാണ് ഏറ്റവും ഡേഞ്ചർ. തൊപ്പി സീനില്ല. തൊപ്പി എന്താണെന്നറിയോ? തൊപ്പിയുള്ള ഓപ്പണാ, നമുക്ക് പറയാനുള്ള കാര്യങ്ങളും തെറികളും കാര്യങ്ങളൊന്നും മറച്ചു വെക്കൊന്നുമില്ല. എന്തെങ്കിലും കൊടുക്കാനില്ല പോടാൻ വയ്യെന്ന് ഓപ്പണായിട്ട് പറയും. പക്ഷെ മറ്റേ പരിപാടിയിലടാ നമുക്കെല്ലാം പ്രതീക്ഷ തന്ന് എല്ലാ രീതിയിലും സെറ്റാക്കാന്ന് പറഞ്ഞ് ഒന്നും സെറ്റാക്കാണ്ട് നമ്മളെ മാക്സിമം ഊറ്റിയെടുത്ത് ചണ്ടിയാക്കിയിട്ട് ഇതെല്ലാം ചണ്ടിയായിട്ട് നമ്മൾ ചണ്ടിയാകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. മാത്രമല്ല എല്ലാം ഇപ്പോൾ പി സിന്റെ കാര്യമായാലും ഇതേ രാത്രി തന്നെ പി സി തരാമെന്ന് പറഞ്ഞിട്ട് എന്നോട് അങ്ങനെ പറഞ്ഞു. അതിന് ശേഷം പിന്നെന്താ പറയാ, ഈ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വിഷമമാണ്. സത്യം പറഞ്ഞാൽ ഇവരന്മാരുടെ വിഷമമാണ്. അതായത് ഈ പറയുന്ന പി സി ലൈവ് കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. വീട്ടുകാരൊക്കെ ഇത് കാണുന്നു, കൂട്ടുകാരിതൊക്കെ കാണുന്നു. ഇവന്മാരിത് കഴിയുമ്പോഴത്തേന് മെസ്സേജ് അയച്ചും ഫോൺ വിളിച്ചും ചോദിക്കും, എടാ തൊപ്പി പി സി എന്നല്ലോടാ, തൊപ്പി നിനക്ക് ഇത്ര റവന്യൂ കൂട്ടില്ലോടാ, മാസം ഇത്ര രൂപ കിട്ടൂലോടാ, തൊപ്പിയുടെ കൂടെ അല്ലേടാ നീ കോടീശ്വരനായല്ലോടാ. ഇതൊക്കെ ഇവന്മാര് കേൾക്കുമ്പോൾ ഇവന്മാർ എന്ത് ചെയ്താണ്, അന്ന് മൂളി കൊടുത്തു വേണം. കിട്ടി, സൂപ്പർ, അടിപൊളി, കിടിലം പി സി എന്ത് ചെയ്താണ്ട് എന്റെ മുന്നിൽ ഞാൻ കളിച്ചോണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞത് അവസാനം പി സി ഇല്ല, പി സി ജോസഫും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. പി സി ജോസഫിന് ഒരു ഇത്തവണ കിട്ടിയില്ല. ആ അവസ്ഥയിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഈ ഒരു സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് പറയുന്നു. ഞാൻ പറയേണ്ട ഒരു കാര്യമുണ്ടല്ലോ, ഇങ്ങനെ ഒരു തെമ്മാടിത്തരം നിന്റെയൊക്കെ എടുത്ത് തൊപ്പി എന്ന് അവകാശപ്പെടുത്ത നിഹാദ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീയൊക്കെ ആ സ്പോട്ടിൽ എടുത്തു വെച്ചാൽ ആ സാമാനം അടിക്കണമായിരുന്നു. ആ സ്പോട്ടിൽ ആ സാമാനം അടിച്ചായിരുന്നെങ്കിൽ ഉണ്ടല്ലോ അവിടെ വീണായിരുന്നു ഇവന്റെ പരിപാടികൾ. ഇതെല്ലാം കഴിഞ്ഞ് അവന്റെ ലൈവ് സ്ട്രീമും നിർത്തി വീടും വെക്കറ്റ് ചെയ്ത് അവന്റെ കാര്യം നോക്കി ഇപ്പൊ അവൻ സിനിമയിലേക്ക് കയറി അങ്ങോട്ട് പോയപ്പോഴത്തേന് നിനക്കൊന്നും ഇപ്പൊ ഇൻകം കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിനക്കൊന്നും ഇതുപോലെ സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്നൊരു രീതിയിലേക്ക് ആൾക്കാരുടെ ഇടയിൽ ടോക്ക് വരും. തീർച്ചയായിട്ടും വരും. ഈ ഒരു അവസ്ഥയിലാണോ എന്ന് പറയേണ്ടത്? എല്ലാം അവസാനിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒന്ന് പറയേണ്ടത്. ഞങ്ങൾക്ക് അന്നൊന്നും കിട്ടിയിട്ടില്ല, ഞങ്ങൾ അങ്ങനെയായിരുന്നു, ഞങ്ങൾ ഇതിനകത്ത് ബലിയാടാവുകയായിരുന്നു, ഞങ്ങൾ ഇതിൽ അപ്പോഴായിരുന്നിട്ട് കുറെ നാൾ നീയൊക്കെ നമ്മളെക്കാട്ടിൽ സ്ട്രീം ചെയ്ത് ഈ ഫെയിമിൽ നിന്ന് മുഖത്ത് ക്യാമറയ്ക്ക് മുന്നിലുള്ള ഫിയറൊക്കെ മാറ്റി നിന്നിട്ടുള്ള ആൾക്കാരല്ലേ. എന്നിട്ടും ഈ ഒരു കാര്യം നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരുന്ന ഇത്രയും അധികം ഫിയർ ഉണ്ടായിരുന്നില്ലേ? കഷ്ടം തന്നെ. അത് അടുത്ത ചെറുക്കൻ പറയുന്ന നോക്കെ ആൾക്കാർ
നമ്മളെ കാണുന്നത് വെച്ചാൽ നമ്മൾ നിയാദ് വലിയൊരു കോടീശ്വരനാണ്. അപ്പോൾ ഇവരെ ഗെയിമിലും കുറച്ച് പൈസയും എല്ലാം ഉണ്ട്, എല്ലാ സെറ്റപ്പുള്ള ആൾക്കാർ മെയിൻ്റിലുള്ളത്. പക്ഷേ നമുക്കെല്ലാം അറിയാം നമ്മളെ ഇവർ പൈസ ഉണ്ടോ. കാരണം നമ്മൾ ശരിക്കും എൻ്റെ യഥാർത്ഥ പണിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഷഡ്ഡി അലക്കലാണ്. അതായത് റാംബോൻ്റെയും നിയാദിൻ്റെയും ഷഡ്ഡി അലക്കലാണ്. അതും ഒരു 3 ആഴ്ചക്കുള്ളിൽ അവൻ്റെ ഷഡ്ഡി അലക്കിയില്ലെങ്കിൽ മുത്തിക്ക് അടി പോകും. കാരണം ഇവൻ ഈ ചെറുക്കൻ, അതായത് ജനിച്ച് ഇട്ടപ്പോ തന്നെ തൊപ്പിയുടെ കയ്യിലോട്ട് പെറ്റിട്ട് കൊടുത്ത് ഇവൻ തൊപ്പിയുടെ കൂടെ ഉള്ള എല്ലാ കൊള്ളരുതായ്മയ്ക്കും തന്തയില്ലായ്മയ്ക്കും കൂട്ടുനിന്ന് കുണ്ടിക്കടിച്ചു കൊടുത്തവനാണ് ഇവൻ. എന്ത് കാര്യമായിക്കോട്ടെ, എന്ത് കാര്യം. ഇവൻ അന്ന് സോഷ്യൽ മീഡിയ വന്നിട്ട് ഏതോ ഒരു കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കി എന്ന് പറയുന്ന ഒരു കാര്യത്തെ നാട്ടുകാരെല്ലാം കൂടെ എടുത്തിട്ട് ഊക്കി 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 വിട്ടപ്പോഴത്തേക്കിന് ഇവര് വാനും കൊടുത്ത് ഇവനെ നേർവഴിയിലേക്ക് നടക്കാനായിട്ട് ഇതൊക്കെ കൊടുത്തെന്ന് പറഞ്ഞ് അവൻ അവിടെ ഒരു വല്യേട്ടൻ കളി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ അവനൊരു വല്യേട്ടൻ കളിച്ചു. ഇവന്മാരെ വല്യേട്ടനായിരുന്നു. സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ എല്ലാവരും ഇറങ്ങല്ലോ, നിങ്ങൾ അങ്ങനെ കാണിക്കല്ലേ. എന്നിട്ട് അവിടെ ഒരു ക്യാമറ ഇത് പുറത്ത് വരുമ്പോഴത്തേക്കിന് തൊപ്പി ഫാൻ പേജിൽ അങ്ങ് ഊക്കി അണ്ണാ 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 തൊപ്പി അണ്ണാ. ഇപ്പൊ അവസാനം അണ്ണാ മാറി, അവിടെ ഒരു അക്ഷരം മാറിപ്പോയി, ആ അവസ്ഥയിലേക്ക് എത്തി. എല്ലാ കാര്യത്തിനും കൂട്ടുനിന്ന് അവസാനം ഇങ്ങനെ പോടാ ചെറുക്ക അവിടെ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഞാൻ പറയുന്നത് വെച്ചാൽ അത് അനുഭവിക്കണം. കാരണം അനുഭവിച്ച ആൾക്കാരാണ് നമ്മൾ. ഓൻ്റെ ഷഡ്ഡി അലക്കലും ഓൻ്റെ ഷൂ തുടക്കലും ഓൻ്റെ കാറുകളെല്ലാം ഒരു കുഴപ്പമില്ല. അതൊന്നും കാരണം നമ്മൾ കൂടി സഞ്ചരിക്കുന്ന ഉപകാരമുള്ള വണ്ടിയാണ്. അയ്യോ, ഈ കാറ് കഴിവിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാനൊരു കാര്യം പറയട്ടെ. ഈ കാറ് കഴിവെന്ന് ബഹുമാനം റീലാക്കി ഇട്ടിട്ടുണ്ട്. സ്റ്റോറി റീലിലൊക്കെ ഇട്ട് അടിമപ്പണി ചെയ്യുന്നത് വരെ എടുത്ത് സന്തോഷിച്ച് വെള്ളം അടിച്ച് കാണിച്ചോമാരാ നീയൊക്കെ. ഇത് കണ്ടവർക്കറിയാം, ഈ വീഡിയോ കാണുന്നവരെ നിനക്കൊക്കെ അറിയാം. കമന്റ് ചെയ്യണോടാ, കമന്റ് ചെയ്യണം, നീ കമന്റ് ചെയ്യണം. ആ റീല് കണ്ടുള്ളവരാണ് നിങ്ങൾക്ക് അറിയാം, ആ സ്റ്റോറി കണ്ടുള്ളവരാണ് നിങ്ങൾക്ക് അറിയാം. ഇവന്മാർ ഏത് രീതിയിലൊക്കെയാണ് മഴയത്തും വെള്ളമൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് കാണിച്ചെടുത്ത്. അടിമപ്പണിയിലിടയിൽ ആസ്വാദനം കണ്ടെത്തി ജീവിച്ചതിന് ശേഷം ആസ്വാദനം ഇല്ലാതായപ്പോൾ അടിമപ്പണിയായിട്ട് ഇപ്പോഴാണോ തിരിച്ചറിഞ്ഞത്? എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു കാര്യത്തില്. ഇത് നമ്മളെ അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ അതെല്ലാം അനുഭവിക്കാം. ഷഡ്ഡി അലക്കാം, ഓൻ്റെ ഇത് പറയുന്നത് കേൾക്കാം, എല്ലാം കേൾക്കാം. എന്നാ പിന്നെ നമുക്കുള്ള എന്തെങ്കിലും ഓൻ സമ്പാദിച്ചതിൽ നിന്ന് നമ്മളെ ഇതും നമ്മൾ കോമാളിത്തരം കാണിക്കുന്നുണ്ടല്ലോ. അതായത് ഷഡ്ഡിയിട്ട് തുള്ളുന്നുണ്ട്, മറ്റവൻ അങ്ങനെ ആക്കുന്നുണ്ട്, ജോളോ ചിപ്പ് ആടി ഏടി ഇതാക്കുന്നുണ്ട്. പക്ഷെ അതിന് നമ്മൾ ഇതാക്കുന്നതിൻ്റെ എന്തെങ്കിലും ചെറിയ മാസം ഒരു 5000 രൂപയെങ്കിലും തരാൻ മനസ്സ് എനിക്ക് കാണിക്കണമെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ അയ്യോ ഇതുവരെ 2-2.5 കൊല്ലമായിട്ട് ഇവന് അതുവരെ കാണിച്ചില്ല. പക്ഷെ അവൻ പൈസ അയക്കും. എൻ്റെ ഗൂഗിൾ പേയിലെല്ലാം നിങ്ങൾ ചോദിക്കുന്ന ഇത് കാണിച്ചു. പക്ഷെ അവൻ പൈസ അയക്കലുണ്ട് മക്കളെ. 10,000 രൂപ 5,000 രൂപ ലോൺ അയക്കും. എന്തിനു വേണ്ടിയിട്ട്? ഓൻ്റെ കാര്യങ്ങൾ, അതായത് ഇവിടെ ഇറക്കാൻ, എണ്ണ അടിക്കാൻ, ഓനക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ, ഓനക്ക് വേണ്ട അണ്ടിപ്പരിപ്പ് വാങ്ങാൻ, ഓനക്ക് വേണ്ട ഫുഡ് വാങ്ങാൻ എനിക്ക് 10,000 രൂപ അയച്ചാൽ 3 ദിവസം കൊണ്ട് തരും ഓൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട്. അതിൽ നിന്ന് ഒരു 10 രൂപ 20 രൂപ നമ്മളൊരു ചായയും ഇതും തിന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ 30 രൂപേൻ്റെ മേലെ പോകരുതെന്നാണ് റാംബോൻ്റെ എല്ലാം അടുത്ത നിയമം. അപ്പോൾ അങ്ങനെ നിന്നിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നാണ് ഞാൻ ആളെ ചോദിക്കുന്നത്. 2-2.5 വർഷത്തോളമായിട്ട് അങ്ങനെയാണെങ്കിൽ എല്ലാവരും സഹിച്ചു നമ്മൾ അവിടെ നിന്നു. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എന്റെ സിസ്റ്റർ ഒരു കാര്യം വന്നപ്പോൾ ഇതാക്കി മമ്മൂന്റെ ഈ പറഞ്ഞ പോലെ വീട് ഞാൻ എത്ര പറഞ്ഞു നിയാദിനോട് ഞാൻ പറഞ്ഞു, നിയാദ് ഞാൻ എൻ്റെ വീടൊക്കെ കാണിക്കട്ടെ, കാരണം ആൾക്കാർക്കെല്ലാം കാണാൻ ഒരു ഇതുണ്ടാവും. കാരണം മമ്മൂൻ്റെ വീട് അതൊന്നും കാണിക്കണം, കാരണം എൻ്റെ വില പോകുന്ന കേസാണ്. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, അതൊക്കെ വീട് ഷമീറ എല്ലാവർക്കും അറിയുന്ന കാര്യം. 2-2.5 വർഷത്തോളമായിട്ട് വീടുള്ള മമ്മൂന്, അതായത് എനിക്ക് ഏതാ മൊബൈൽ നിങ്ങൾക്ക് അറിയാം. എൻ്റെ മൊബൈൽ ഇവനിക്കറിയാം. എൻ്റെ മൊബൈൽ ഏതാണ് വിവോ അല്ലേ? വിവോ, അതായത് ബേക്കും മുമ്പും ഡിസ്പ്ലേ ഉള്ള ഫോൺ. അതാണ് പല ആൾക്കാർക്കും ഐഫോണുകൾ വെറുതെ. അതെ, എനിക്ക് വിഷമമുണ്ട്. കാരണം എല്ലാവർക്കും ഓരോ ബർത്ത്ഡേക്ക് ഓരോ സമയത്തും ഇങ്ങനെ ഐഫോണും കാര്യങ്ങളും കൊടുക്കുമ്പോൾ കാരണം ഇവ എല്ലാവർക്കും ഇങ്ങനെ ഫോൺ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇപ്പുറത്തുനിന്ന് വിഷമം. കാരണം ഈ ഇത്രയും കൊല്ലം ഉണ്ടായിട്ട് എനിക്ക് ഒരു ഫോൺ പോലും തന്നിട്ടില്ല. ഞാൻ ചോദിക്കും നീ അത് എനിക്ക് ഞാൻ തന്നെ ചോദിച്ചു. കാരണം ഇങ്ങോട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ തന്നെ ചോദിച്ചു, നീ അത് എനിക്ക് ഐഫോണൊന്നും വേണമെന്നില്ല, എനിക്ക് ഏതെങ്കിലും ഒരു ഫോൺ മതി. ഇതാ ഞാൻ ഡിസ്പ്ലേ ആക്കിയിട്ട് 3 പ്രാവശ്യം ഓൻ്റെ അടുത്തേക്ക് പോകും. ഡിസ്പ്ലേ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണ്ടേ, അത് മാറ്റിയിട്ടാൽ മതി. ഒരു 1,200 രൂപേൻ്റെ ലോക്കൽ ഡിസ്പ്ലേ അങ്ങ് മാറ്റിയിട്ടാൽ മതി, ഒന്നും നീ ഉപയോഗിച്ചാൽ മതി. അതിൻ്റെ അപ്പുറം പിന്നെ നമുക്കൊന്നും പറയാനില്ലല്ലോ. തെളിവില്ല. അതായത് വീഡിയോഗ്രമായിട്ടുള്ള സാധനങ്ങളൊന്നും, പക്ഷെ കണ്ട ആൾക്കാരുണ്ട്. എന്തുവാണ് സത്യത്തിൽ ഇത് നടന്നിരിക്കുന്നത്? അടിമ ജീവിതമായിരുന്നോ? അടിമ ജീവിതത്തിന്റെ അവസാനത്തിൽ നിന്ന് നിങ്ങൾ ചാടി ഓടി രക്ഷപ്പെട്ടതാണ് ഇന്ന് കണ്ടിരിക്കുന്നത്. അയ്യോ എനിക്ക് മനസ്സിലാവുന്നില്ലടാ. ഇത് നമ്മൾ ഒരു എപ്പിസോഡ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ കൊണ്ടോ അവസാനിപ്പിക്കുന്നതല്ല. സമയം അതിക്രമിച്ചതിനാലും ഒരു 20 മിനിറ്റ് ആയതുകൊണ്ടും ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ നടത്തുന്നു. ഇതിൻ്റെ ബാക്കി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി ഫുൾ സാധനങ്ങളും ഫുൾ വീഡിയോ ക്ലിപ്പും എല്ലാ സാധനവും എൻ്റെ കയ്യിലുണ്ട്. വ്യക്തമായിട്ട് എടുത്തു വെച്ച് ഞാൻ ഈ ഒരു സാധനം അടിക്കും. എന്തായാലും ഇപ്പം ഇതിനകത്ത് ഈ പിള്ളേർ കിടന്ന് മെഴുകിയതിനകത്ത് നമ്മൾ ഒരുപാട് നെഗറ്റിവിറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്നതിനകത്തും തൊപ്പി എന്ന് പറയുന്ന ഒരു സെൽഫിഷ് ഫെലോ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്. അവൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ആര് ചത്താലും ജീവിച്ചാലും അവന് യാതൊരു കുഴപ്പമില്ല. അവൻ ഇടയ്ക്ക് പറയുമല്ലോ അവൻ്റെ അച്ഛനും അവനോട് മിണ്ടുന്നില്ലെന്ന്. ഇതായിരിക്കൂടെ കാരണം.
ഇതാളാ കാരണം. ആ തന്തെ കൊല്ലാതെ കൊന്നയായിരിക്കും, അതുകൊണ്ടായിരിക്കും വീട്ടുകാരും മിണ്ടാതെ കുടുംബക്കാരും മിണ്ടാതൊക്കെ ഇരിക്കുന്നത്. അതോ ഇനി സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടോ? കാരണം നല്ലൊരു സ്ക്രിപ്റ്റ് നീ തയ്യാറാക്കുന്നുണ്ടല്ലോ, ആ സ്ക്രിപ്റ്റ് നീ വിജയിക്കുന്നുമുണ്ട്. അപ്പം പിന്നെ ആ സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ട് നീ കാണിക്കുന്ന പലതും ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് ഞാൻ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പം ശരി.